മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എംഎൽഎയും തിരുവനന്തപുരത്തെ കെഎസ്ആർടിസി ഡ്രൈവറും തമ്മിലുണ്ടായ തർക്കത്തിൽ നിർണായക വഴിത്തിരിവാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കെഎസ്ആർടിസി ബസ്സിനുള്ളിലെ CCTV ക്യാമറയിൽ ഒരു ദൃശ്യവുമില്ലെന്ന് പോലീസ് പരിശോധനയിൽ വ്യക്തമായി. മെമ്മറി കാർഡ് കാണുവാനില്ലെന്നാണ് ബസ് പരിശോധിച്ച ശേഷം പോലീസ് വിശദീകരണം നൽകിയത്. KL 15A 763 എന്ന KSRTC ബസ്സിൽ 3 CCTV ക്യാമറകളുണ്ട്. എന്നാൽ ദൃശ്യങ്ങൾ സൂക്ഷിക്കാനുള്ള മെമ്മറി കാർഡ് ആ ബസ്സിൽ ഇല്ല. ഇതോടെ RPC 101 എന്ന നമ്പർ ബസ്സിലെ മെമ്മറി കാർഡിൽ ആശയക്കുഴപ്പം ഉയരുകയാണ്. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എംഎൽഎയും റോഡിനു കുറുകെ കാറിട്ട് KSRTC ബസ് തടഞ്ഞ സംഭവത്തിൽ ബസ്സിനുള്ളിലെ CCTV ദൃശ്യങ്ങൾ നിർണായകമാണ്. ഈ ദൃശ്യങ്ങൾ പരിശോധിക്കാനാണ് പോലീസ് തമ്പാനൂരിലെ KSRTC ഡിപ്പോയിലെത്തിയത്. ബസ്സിൽ പരിശോധന നടത്തിയ ശേഷം പോലീസാണ് മെമ്മറി കാർഡ് ഇല്ല എന്ന് വ്യക്തമാക്കിയത്. ഇതിലും അന്വേഷണം നടത്തും. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. മെമ്മറി കാർഡ് മാറ്റിയെന്ന് സംശയമുണ്ടെന്ന് മെമ്മറി കാർഡ് കിട്ടാത്തത് അന്വേഷിക്കുമെന്നും പോലീസ് പറഞ്ഞു. DVRന്റെ റെക്കോർഡിംഗ് കാർഡ് കാണുന്നില്ല, അതിനകത്ത് കാണുന്നില്ല, മെമ്മറി കാർഡ് കാണുന്നില്ല. മെമ്മറി കാർഡ് കാണുന്നില്ല, അതിനകത്ത് ഒരു 64 GB മെമ്മറി കാർഡ് ഉണ്ടാവേണ്ടതാണ്. കേസിൽ ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാനാകുമായിരുന്ന KSRTC ബസ്സിലെ ക്യാമറ ദൃശ്യങ്ങൾ ലഭ്യമാകാത്തത് ദുരൂഹത ഉയർത്തുന്നുണ്ട്. മെമ്മറി കാർഡ് മാറ്റിയെങ്കിൽ അത് ആരായിരിക്കും? എല്ലാവരും ഈ ഒരു സംഭവത്തിൽ KSRTC ഡ്രൈവറെ അനുകൂലിക്കുമ്പോൾ എന്നാൽ യദുവിനെ സംശയത്തിന്റെ നിഴലിൽ നിന്ന് മാറ്റി നിർത്താനാകില്ല എന്നതും വസ്തുതയാണ്. ഈ വിഷയത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, ഒന്നാമത് മേയറുടെ വാഹനത്തെ ആദ്യമായി ആയിരിക്കില്ല ഒരു KSRTC ബസ് ഓവർടേക്ക് ചെയ്തിരിക്കുക. അല്ലെങ്കിൽ മറ്റു പല വാഹനങ്ങളും മേയറുടെ വാഹനത്തിനെ ഓവർടേക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ എന്തുകൊണ്ട് ഈ ഒരു ബസ്സിനും ഈ ഒരു ഡ്രൈവർക്കുമെതിരെ മാത്രം അന്ന് പ്രതികരിച്ചു എന്നത് ഒരു ചോദ്യമാണ്. അപ്പോൾ തീർച്ചയായും അവിടെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. രണ്ടാമതായി, ആ KSRTC ബസ്സിലെ മെമ്മറി കാർഡ് മാറ്റണമെങ്കിൽ തീർച്ചയായും ആ ബസ്സിൽ ജോലി ചെയ്യുന്നവർക്കായിരിക്കും സാധിക്കുക എന്നൊരു സാഹചര്യം തള്ളിക്കളയാനാകില്ല. അത് ഡ്രൈവറോ കണ്ടക്ടറോ ആകാം. അങ്ങനെയുള്ള സാധ്യതകളൊക്കെ കണക്കിലെടുക്കുമ്പോൾ KSRTC ബസ് ജീവനക്കാരുടെ നേരെയും സംശയം ഉന്നയിക്കപ്പെടും. കൂടാതെ പുറത്തുനിന്ന് ഒരാൾക്ക് KSRTC ബസ്സിലെ മെമ്മറി കാർഡ് അവിടെ നിന്ന് മാറ്റാൻ സാധിക്കില്ല എന്നുള്ളതും പ്രധാനമാണ്. ഇപ്പോൾ സൈബർ ഇടങ്ങളിലെല്ലാം തന്നെ ഈ വിഷയം ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ യദുവിന് പങ്കുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഇല്ലെന്നും പറയുന്ന സാഹചര്യമുണ്ട്. പക്ഷേ യദുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് തെളിവുകളും സാഹചര്യങ്ങളും എല്ലാം തനിക്ക് അനുകൂലമാണെന്നും പക്ഷേ ഭരണപക്ഷത്തിന്റെ ആളാണ് മേയർ, അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതേസമയം ഒരു സർവീസ് കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷമാണ് പോലീസ് ബസ് പരിശോധിക്കുന്നത്. മെമ്മറി കാർഡ് കാണാനില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. കേസിലെ നിർണായക തെളിവ് ശേഖരിക്കാൻ ബസ് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് KSRTCക്ക് കത്ത് നൽകിയിരുന്നു. തൃശ്ശൂരിലേക്ക് ട്രിപ്പ് പോയ ബസ് ഇന്ന് തിരിച്ചെത്തിയത് അറിഞ്ഞാണ് പോലീസ് പരിശോധനയ്ക്ക് എത്തിയത്. ബസ് അമിത വേഗത്തിലായിരുന്നോ, വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്തിരുന്നോ എന്ന കാര്യത്തിലും CCTVയിലെ ദൃശ്യങ്ങൾ നിർണായകമായിരുന്നു. ബസ്സിലെ യാത്രക്കാരുടെ പട്ടിക KSRTC അധികൃതർ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇവരുടെ മൊഴിയും രേഖപ്പെടുത്തുന്നതാണ്. ഈ സാഹചര്യത്തിൽ CCTV ദൃശ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതേസമയം ബസ് ഓടിക്കുമ്പോൾ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നുവെന്ന് KSRTC ഡ്രൈവറായ യദു പറയുന്നുണ്ട്. മെമ്മറി കാർഡ് ഉണ്ടായിരുന്നുവെന്നും തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇതെന്നുമാണ് യദുവിന്റെ പക്ഷം. ആരെങ്കിലും മെമ്മറി കാർഡ് ഊരി മാറ്റിയിരിക്കുമെന്നാണ് യദു ആരോപിക്കുന്നത്. മേയർക്കും MLAക്കുമെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡ്രൈവറായ യദു സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. കന്റോൺമെന്റ് പോലീസിന് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാവാത്തതിനെ തുടർന്നാണ് യദു സിറ്റി പോലീസ് കമ്മീഷണർക്ക് നേരിട്ട് പരാതി നൽകിയത്. എന്നാൽ KSRTC ബസിന്റെ സംവിധാനങ്ങൾ എല്ലാം അറിയാവുന്ന ബസ് ജീവനക്കാർക്ക് ആ ബസ്സിൽ നിന്ന് മെമ്മറി കാർഡ് മാറ്റുക എന്നത് എളുപ്പമുള്ള കാര്യമാണ്. ഈ വിഷയത്തിൽ തീർച്ചയായും കാര്യമായ അന്വേഷണം ഉണ്ടാകുന്നതാണ്. അതേസമയം വിവാദത്തിന്റെ തുടക്ക സമയത്ത്
ആരോപണ വിധേയനായ ഡ്രൈവർ യദുവിനെതിരെ തിരക്കിട്ട നടപടി വേണ്ടെന്നായിരുന്നു മന്ത്രി ഗണേഷ് കുമാർ നിർദ്ദേശം നൽകിയിരുന്നത്. ഒരു വശത്ത് മേയറും MLA-യും ആയതിനാൽ തന്നെ സ്വാഭാവികമായി കേസിൽ ഡ്രൈവർക്കെതിരെ നടപടിയെടുക്കാൻ സമ്മർദ്ദമുയർന്നുണ്ട്. എന്നാൽ ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഗണേഷ് കുമാർ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് അറിയുന്നത്. റിപ്പോർട്ട് വന്ന ശേഷം മാത്രമേ നടപടി വേണ്ടൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് KSRTC വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞ വസ്തുതകളാണ്. യാത്രക്കാർ മുഴുവനും ഡ്രൈവർക്ക് അനുകൂലമായാണ് മൊഴി നൽകിയിരിക്കുന്നത്. ഇവരിൽ ഒരാൾ പോലും ഡ്രൈവർക്കെതിരെ പ്രതികൂലമായി സംസാരിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. ഇതാണ് മന്ത്രിയെ മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ വിജിലൻസിന്റെയും പോലീസിന്റെയും അന്തിമ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കണമെന്ന നിലപാടായിരുന്നു മന്ത്രി ഗണേഷ് കുമാർ സ്വീകരിച്ചത്. എന്നാൽ അടുത്ത വർഷം തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ മേയർക്കെതിരെയുള്ള കരുതിക്കൂട്ടിയുള്ള ആക്രമണമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് CPM നൽകുന്ന വിശദീകരണം. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ ചില ഭരണകക്ഷി യൂണിയനുകളും ഡ്രൈവർ യദുവിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ബസ്സിൽ ടിക്കറ്റ് റിസർവ് ചെയ്ത ആളുകളുടെ നമ്പർ ശേഖരിച്ച് മൊഴിയെടുത്തിരുന്നു. കണ്ടക്ടറും ഡ്രൈവർക്ക് അനുകൂലമായ മൊഴിയാണ് നൽകിയിരിക്കുന്നത്. മേയറും സംഘവും അനാവശ്യമായി ഡ്രൈവറെ പ്രകോപിപ്പിച്ചുവെന്നും കൂടാതെ തങ്ങളുടെ യാത്ര മുടക്കിയെന്നും ചിലർ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. ഇതോടെ മേയർ ആര്യ രാജേന്ദ്രനും CPM-ഉം വെട്ടിലാവുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതേസമയം കേസ് എടുത്തില്ലെങ്കിലും മേയർക്കെതിരെ നിയമ പോരാട്ടം തുടരുമെന്നാണ് യദു ആവർത്തിക്കുന്നത്. മേയർക്ക് വേണ്ടിയാണ് അന്വേഷണം നടത്തുന്നതെന്നാണ് ഉയരുന്ന ആരോപണം. അതിനിടെയാണ് മെമ്മറി കാർഡ് നഷ്ടമായെന്ന് പോലീസ് തന്നെ പറയുന്നത്. അതിനിടെ ബസ് സർവീസ് തടഞ്ഞ മേയർക്കും MLA-ക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് DGP-ക്ക് KSU പരാതിയും നൽകിയിരുന്നു. നടു റോഡിൽ ബസ്സിന് മുന്നിൽ മേയറുടെ കാർ കുറുകെ നിർത്തിയതടക്കമുള്ള CCTV ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്ന പശ്ചാത്തലത്തിൽ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്ന ചോദ്യം പ്രതിപക്ഷവും ശക്തമായി ഉയർത്തിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ KSRTC വിജിലൻസ് ഓഫീസറുടെ അന്വേഷണവും സമാന്തരമായി നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് മെമ്മറി കാർഡ് നഷ്ടമാകുന്നത്. അതിനിടയിൽ സമൂഹ മാധ്യമങ്ങളിലുടനീളം സൈബർ ആക്രമണത്തിനെതിരെ മേയർ ആര്യ രാജേന്ദ്രൻ പോലീസ് മേധാവിക്കും മ്യൂസിയം പോലീസിനും പരാതി നൽകിയിരുന്നു. KSRTC ബസ് ഡ്രൈവറുമായുള്ള പ്രശ്നങ്ങൾക്ക് പിന്നാലെ സൈബർ ആക്രമണം തുടങ്ങിയെന്നാണ് പരാതിയിൽ പറയുന്നത്. സഹോദരനൊപ്പമുള്ള ചിത്രത്തിനും മറ്റ് ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കും കീഴിൽ അശ്ലീല കമന്റുകൾ നിറയുന്നെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ 27-ന് തിരുവനന്തപുരം പാളയത്ത് വെച്ചാണ് മേയറും KSRTC ഡ്രൈവറും തമ്മിൽ തർക്കത്തിലേർപ്പെടുന്നത്. KSRTC ഡ്രൈവർ മോശമായി പെരുമാറിയെന്ന മേയറുടെ പരാതിയിൽ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവും തന്നോട് മോശമായി പെരുമാറിയെന്ന ആരോപണമായി ഡ്രൈവർ യദു രംഗത്തെത്തുകയായിരുന്നു. എന്നാൽ മേയർ ആര്യ രാജേന്ദ്രൻ ആരോപണം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. KSRTC ഡ്രൈവർ മോശമായി പെരുമാറിയെന്നും കാറിൽ പലതവണയായി ബസ് ഇടിക്കാൻ ശ്രമിച്ചെന്നുമാണ് ആര്യ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ വിഷയത്തിൽ രണ്ട് രീതിയിലുള്ള വിലയിരുത്തലുകളാണ് നിലവിലുള്ളത്. അതായത് മേയർ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി, അവർ സ്ത്രീ ആണെങ്കിൽ പോലും ഈ രീതിയിൽ പെരുമാറാൻ പാടില്ല എന്നായിരുന്നു ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. അതേസമയം തന്നെ അവർ ഒരു സ്ത്രീയാണ്. ഒരു സ്ത്രീയോട് KSRTC ഡ്രൈവർ മോശമായി പെരുമാറിയെങ്കിലും തീർച്ചയായും അതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് മറ്റൊരു വിഭാഗം ആവശ്യമുന്നയിക്കുന്നത്. എന്തായാലും വളരെ നിർണായകമായ വഴിത്തിരിവിലൂടെയാണ് ഇപ്പോൾ ഈ വിവാദ വിഷയം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ പോലീസ് അന്വേഷണത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.